ഉള്ള ഹിമാറുകളെ ഒരു കുടുംബത്തിനെയാണ് ഇവിടെ തെറ്റിക്കുന്നത്. ഫോണിൽ അമ്മേനെ കിട്ടിയില്ല, ചേച്ചിയാണ് ഫോൺ എടുത്തത്. അതിനുശേഷം എനിക്കൊരു വോയിസ് മെസ്സേജ് വന്നു. ആ വോയിസ് മെസ്സേജ് എനിക്ക് ഭയങ്കര സങ്കടം ഉണ്ടാക്കി. ആ വോയിസ് മെസ്സേജ് എനിക്ക് ഭയങ്കര സങ്കടം ആയതുകൊണ്ട് തന്നെ പിന്നെ ഞാൻ ചോദിച്ചു പോയില്ല. അല്ലടോ, കിച്ചു സുധി എന്ന് പറയുന്ന വ്യക്തി രേണുവിനെ കാണാൻ പോയിട്ടില്ല, കാണാൻ പോകുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ടുള്ള പ്രശ്നത്തിലല്ലേ നമ്മളിപ്പോൾ അവസാനമായി ഇടപെട്ടത്. അതല്ലേ ഇപ്പോഴിങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നത്. അത് കഴിഞ്ഞതിന് ശേഷം കിച്ചു എന്ന് പറയുന്നവൻ പറഞ്ഞത് എന്താ, നാട്ടുകാർക്ക് വേണ്ടിയിട്ട് ഞാൻ പോകുന്നു എന്ന് പറഞ്ഞപ്പോഴും ഞാൻ പറഞ്ഞ അത് പോണ്ട മോനെ, നാട്ടുകാർക്ക് വേണ്ടിയിട്ടൊന്നും നീ പോണ്ട, നിനക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ പോയാൽ മതി. കാരണം എന്താ വെച്ചാൽ നാട്ടുകാരാണോ നിനക്ക് 500ഉം 1000ഉം അയച്ചു തന്നതല്ലല്ലോ, ആ രേണു എന്ന് പറയുന്ന സ്ത്രീ തന്നെയല്ലേ 500ഉം 1000ഉം 200ഒക്കെ അയച്ചു തന്നത് അവരല്ലേ. അതുകൊണ്ട് ആ ഒരു ബന്ധം ഉണ്ടെങ്കിൽ നീ പോയി കണ്ടോളൂ എന്നാണ് ഞാൻ പറഞ്ഞത്. ഉള്ള കാര്യം എന്താ പറയുന്നതിന്. പക്ഷെ ഇപ്പോഴേ സായിയുടെ ഒരു വീഡിയോ വന്നിട്ടുണ്ട്. അതായത് ഇത് എപ്പോഴാണ് ഇട്ടതെന്ന് എനിക്കറിയില്ല കേട്ടോ, പക്ഷെ എൻ്റെ കണ്ണിൽ ഇന്നാണ് പെട്ടത്. ഇത് പെട്ടെന്ന് കണ്ടപ്പോൾ എനിക്ക് തോന്നിയ ചില സംശയങ്ങളുണ്ട്. അതായത് പ്രത്യക്ഷത്തിൽ കിച്ചുവും അതുപോലെ രേണു സുധിയും തമ്മിലുള്ള പ്രശ്നങ്ങളൊന്നുമല്ല, ഇതിൻ്റെ ഇടയിൽ വേറെ ആൾക്കാർ നല്ല രീതിയിൽ കളിക്കുന്നുണ്ട്. ആ കളിക്കുന്ന കാര്യങ്ങളാണ് ഞാൻ ഇന്ന് പറയാൻ പോകുന്നത്. ഏതായാലും സായി പറഞ്ഞ ആ കാര്യം അതാണ് ഇതിൻ്റെ കാതൽ. ആ കാതലിൽ പിടിച്ചിട്ട് നമുക്ക് കയറി കഴിഞ്ഞാൽ ഒരുപാട് കള്ളക്കളികൾ നമുക്ക് കാണാൻ കഴിയും. കള്ള ഹിമാറുകളെ ഒരു കുടുംബത്തിനെയാണ് ഇവിടെ തെറ്റിക്കുന്നത്. നോക്കാം. രേണു എന്നോട് പറഞ്ഞ ഒറ്റ കാര്യമാണ്, സായി ദയവ് കിച്ചുനോട് സംസാരിക്കാം. ഈ ഫോൺ വെച്ച ഉടനെ കിച്ചുനെ വിളിച്ചു. ഓക്കെ, നീ എനിക്ക് ഇന്ന് വീഡിയോ പറഞ്ഞല്ലോ. കിച്ചുനെ വിളിച്ചപ്പോൾ കിച്ചു ആദ്യം പറയും, സായി ബ്രോ ഞാൻ അമ്മേനെ കോൺടാക്ട് ചെയ്ത സമയത്ത് ഫോണിൽ അമ്മേനെ കിട്ടിയില്ല, ചേച്ചിയാണ് ഫോൺ എടുത്തത്. അതിനുശേഷം എനിക്കൊരു വോയിസ് മെസ്സേജ് വന്നു. ആ വോയിസ് മെസ്സേജ് എനിക്ക് ഭയങ്കര സങ്കടം ഉണ്ടാക്കി. ആ വോയിസ് മെസ്സേജ് എനിക്ക് ഭയങ്കര സങ്കടം ആയതുകൊണ്ട് തന്നെ പിന്നെ ഞാൻ ചോദിച്ചു പോയില്ല. ഇപ്പോഴത്തെ അവസ്ഥയിൽ ഈ വീട്ടിൽ പോയി കാണട്ടെ ഞാൻ ചോദിച്ചു. അപ്പൊ അവർ പറഞ്ഞു ഹോസ്പിറ്റലിൽ ചെറിയ ഇഷ്യൂസ് ഉണ്ട്, ഹോസ്പിറ്റലിൽ പോകാൻ പറ്റില്ല, ഇവിടെ ആണെങ്കിലും പ്രശ്നം ഉള്ള ദിവസം പറയാം, ആ ദിവസം ഞാൻ വീട്ടിൽ ആളെ കൂട്ടി പോവാം. ഇത് ഇന്നോട് കിച്ചു ആ തുടക്ക സമയത്ത് പറഞ്ഞു. ഈ ചെക്കൻ പോയില്ല, കണ്ടില്ല. അപ്പോൾ മേ ബി രേണു ഇതൊന്നും അറിഞ്ഞു കാണും. രോഗാവസ്ഥയിൽ കിടക്കുന്ന ഒരാൾ മകൻ വിളിച്ചോ ഇല്ലെന്ന് പറയാൻ പാടില്ല. ചിലപ്പോൾ അതിന്റെ സങ്കടത്തിലുള്ള പറയാം. പിന്നെ അതൊരു മിസ്റ്റേക്കും പറ്റിയെന്ന് വെച്ചാൽ രേണു കീമോന് മുന്നെയാണ് കിച്ചുവിനെ കാണുന്നുള്ള വീഡിയോ ഇട്ടത്. കീമോ കഴിഞ്ഞിട്ടാണ് എന്നോട് സംസാരിക്കുന്നത്. അപ്പൊ മകൻ വിളിച്ചിട്ടുണ്ടെന്ന് രേണുവിന് അപ്പോഴാണ് മനസ്സിലാവുക. ഈ മുന്നേ വീഡിയോ എടുത്തപ്പോൾ രേണുവിന് അറിയില്ല, പുറത്ത് വന്നത് ഈ വീഡിയോ. അപ്പൊ കിച്ചുവിനോട് ഓൾറെഡി ഇത് കൺവേഡ് ആണ്. പിന്നെ ഈ പറഞ്ഞ പോലെ അവർ തമ്മിലുള്ള പ്രശ്നങ്ങളുണ്ട്, ഇല്ലാന്നൊന്നുമില്ല. അവൻ തന്നെ ഒന്ന് പറഞ്ഞു വീഡിയോയുടെ പ്രശ്നമുണ്ട്. അപ്പൊ ഇതിന്റെ അകത്ത് ആരാ വില്ലത്തി ആരാണ്? അതായത് കിച്ചുവും അതുപോലെ തന്നെ ഋതൂട്ടനും തമ്മിൽ അടുക്കരുത്, രേണുവും കിച്ചുവും അടുക്കരുത്. ഇത് ആരുടെ അജണ്ടയാണ്? ഇതിൻ്റെ അകത്ത് കേട്ടപ്പോഴും നിങ്ങൾക്ക് എന്താ തോന്നിയത്? ആരാണ് ഇതിൻ്റെ അകത്ത് കളിക്കുന്നത്? ചേച്ചിയല്ലേ കളിക്കുന്നത് മക്കളെ, ഈ ചേച്ചിയല്ലേ കളിക്കുന്നത്. അതായത് ആ ചെറുക്കൻ കൃത്യമായിട്ട് വിളിച്ചപ്പോൾ പറഞ്ഞതെന്താ, നീ ഇപ്പോഴും ഇങ്ങോട്ട് വരണ്ട, ഇപ്പോഴും കാണാൻ കഴിയില്ല. അതുമാത്രവുമല്ല വോയിസ് മെസ്സേജ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതായത് ആ ചെറുക്കനെ പൂർണ്ണമായിട്ടും ആ വീട്ടിൽ നിന്നും ഒഴിവാക്കാനുള്ള അവസാനത്തെ അടവല്ലേ ഇത്. 2 ദിവസം മുമ്പ് രേണുവിൻ്റെ ഒരു വീഡിയോ വന്നത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? എനിക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ എൻ്റെ ഋതൂട്ടൻ്റെ അധികാരം എൻ്റെ അച്ഛനും അമ്മയ്ക്കും അതുപോലെ തന്നെ ചേച്ചിക്കും ചേച്ചിയുടെ ഭർത്താവിനുമാണെന്ന് പറഞ്ഞിട്ടുള്ളൊരു വീഡിയോ. അപ്പോൾ സായി കൃഷ്ണൻ്റെ ഈ വീഡിയോ കണ്ടപ്പോൾ എനിക്ക് തോന്നിയത് എന്താണെന്നറിയാം, ഒരു കാരണവശാലും ആ ചേച്ചി ഏൽപ്പിക്കരുത് മക്കളെ ഋതുകൂട്ടന. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ആ ചെറുക്കന ഇവരാണ് ആ ചെറുക്കനെ തട്ടിയെടുക്കാൻ നോക്കുന്നത്, അല്ലാതെ കിച്ചു ഒന്നല്ല. ഇവർക്കാണ് വേണ്ടത്. കാരണം എന്താ, വേറെ ഒന്നുമല്ല, സുധിയുടെ ഇൻഷുറൻസും കാര്യങ്ങളൊക്കെ വരില്ലേ. അപ്പൊ അതൊക്കെ എന്ന് പറഞ്ഞാൽ നല്ലൊരു തുകയുണ്ടാവൂലേ. അപ്പോൾ ഈ ഋതൂട്ടനെയും അതുപോലെ തന്നെ കിച്ചുവിനെയും അകറ്റാൻ വേണ്ടി അഹോരാത്രം പണിയെടുക്കുന്നത് ചേച്ചിയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരെ കുറ്റം പറയാൻ കഴിയോ? പിന്നീട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രേണു ഈ കഥകളൊന്നും അറിയുന്നില്ലല്ലോ, രേണുവിനെയും കൂടി ഇവർ പറ്റിക്കുകയല്ലേ ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ആരെയാ നമ്മൾ വിശ്വസിക്കേണ്ടത്? അത് നിങ്ങളൊന്ന് പറ. ഇതിപ്പോഴും സായി പറഞ്ഞല്ലേ, അല്ലാതെ നമുക്ക് പോയിട്ട് അറിയുന്നൊന്നല്ലല്ലോ. ഇതിപ്പോഴും എന്ന് പറഞ്ഞാൽ മറുപടി പറയേണ്ടത് ആ ചേച്ചിയാണ്. അപ്പൊ ഇതിൻ്റെ അകത്ത് മൂന്നാമതൊരാൾ കളിക്കുന്നുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് രേണുവിൻ്റെ വീട്ടുകാർ തന്നെയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അവരുടെ ലക്ഷ്യം ഈ ചെറുക്കനെ എങ്ങനെയെങ്കിലും ഒഴിവാക്കി കഴിഞ്ഞാൽ ആ വീട് സ്വന്തമാക്കാം എന്നുള്ളത് തന്നെയാണ്. എൻ്റെ മക്കളെ, സ്വത്ത് ഇന്നത്തെ കാലത്ത് അങ്ങനെ പൊളിച്ചു പോകുന്നൊന്നുമല്ല. ഒരു നല്ലൊരു വീടും കാര്യങ്ങളൊക്കെ കിട്ടുകയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഈ ഋതൂട്ടൻ എന്ന് പറയുന്നവന് വയസ്സാകുമ്പോൾ എത്ര 10-18 വയസ്സാകണ്ടേ? അതുവരെ എന്ന് പറഞ്ഞാൽ വീട്ടിൽ അധികാരങ്ങൾ മുഴുവൻ ആർക്കായിരിക്കും? അപ്പോഴേ ഇവർക്കായിരിക്കൂലേ. ആ ചെറുക്കനെ, ഈ മൂത്ത ചെറുക്കനെ ഒഴിവാക്കി കഴിഞ്ഞാൽ ഇവൻ്റെ കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കത്തുമില്ല. അപ്പം ഇതെല്ലാം കൂടിയിട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും കൂടി രേണുവിന് പണി കൊടുക്കുന്നതാണോ എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത്. ഞാൻ ഇന്നലെ ഒരു വീഡിയോ ഇട്ടപ്പോഴും ചോദിച്ചിരുന്നു. അതായത് ഈ കൊല്ലം സുധി എന്ന് പറയുന്ന വ്യക്തി വളരെയധികം ദാരിദ്ര്യത്തിൽ,
അതുപോലെ തന്നെ എരന്ന് ജീവിക്കുന്ന ഒരു സമയമുണ്ടായിരുന്നു ആ കൊറോണ കാലത്ത്. അയാൾ പല ആളുടെ അടുക്കൊന്നും പൈസ കടം വാങ്ങിച്ച് അത് തിരിച്ചു കൊടുക്കാൻ കഴിയാതെ അവരെല്ലാവരും കൂടി സോഷ്യൽ മീഡിയയിലൂടെ വന്ന് അറ്റാക്ക് ചെയ്യുകയും അദ്ദേഹം പറഞ്ഞു ഞാൻ കൃത്യമായിട്ടും തിരിച്ചു കൊടുക്കും, ഇതിപ്പോഴെനിക്ക് വർക്കില്ലാത്തതുകൊണ്ടാണ് അദ്ദേഹം പലതവണ പറഞ്ഞപ്പോഴും ഒരു ബന്ധുക്കളോ ആൾക്കാരോ ഒന്നും ഉണ്ടായിട്ടില്ല. അന്ന് രേണുവിൻ്റെ ചേച്ചി ഹോസ്പിറ്റലിൽ ജോലി ചെയ്യുന്നുണ്ട് എന്നാണ് അവർ പറയുന്നത്, നമ്മൾക്കറിയില്ല കൃത്യമായിട്ട്. അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ അവരുടെ ഭർത്താവാണെങ്കിൽ എഞ്ചിനീയർ എന്നാണ് പറയുന്നത്. എന്നിട്ടും ഇവരൊന്നും സഹായിക്കാൻ ഉണ്ടായിട്ടില്ലല്ലോ. അപ്പം ഇവരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊല്ലം സുധി മരിച്ചപ്പോൾ ഭയങ്കരമായിട്ട് സഹായിക്കാൻ വരുന്നുണ്ട്. അപ്പം ഈ കൊല്ലം സുധീനെ ശരിക്കും പറഞ്ഞ് ഇവരാരും സഹായിച്ചിട്ടില്ല. അയാൾ ഒരു അന്യൻ തന്നെയായിരുന്നു ഈ വീട്ടിൽ. എനിക്ക് തോന്നുന്നത് ഇവരുടെ ഇടയിൽ ആ കൊല്ലം സുധി എന്ന് പറയുന്നയാളും അതുപോലെ കിച്ചവും ഇവർ രണ്ടുപേരും അന്യര് തന്നെയായിരുന്നു. അതാണ് ഇവരുടെ ഈ അടുത്ത ഇടയായിട്ടുള്ള സംഭാഷണത്തിൽ എനിക്ക് മനസ്സിലായത്. പക്ഷേ സായി ഇപ്പോഴും പറയുന്നത് പ്രകാരമാണെങ്കിൽ രേണുവിന് കിച്ചുവിനോട് സ്നേഹമുണ്ടായിരുന്നു. അതിലും ആരൊക്കെയോ കളിച്ചിട്ടുണ്ട്. പുറത്തു നിന്നുള്ള ആരൊക്കെയോ വാക്ക് ആ പയ്യൻ നല്ല രീതിയിൽ കേട്ടിട്ടുണ്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു സന്ദർഭത്തിൽ ഞാൻ പറയുകയാണ്, അതായത് ആ ചെറുക്കന് ഏറ്റവും കൂടുതൽ അമ്മ എന്ന് വിളിക്കേണ്ട അധികാരം രേണുവിനെ തന്നെയാണ്, വേറെ ആരെയല്ല. പെറ്റമ്മ 1.5 വയസ്സിൽ കളഞ്ഞേച്ചു പോയി. അതിനുശേഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ഒരു സ്ത്രീ കല്യാണം കഴിച്ചു, അവരും പ്രശ്നമാക്കി. ഇനി എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും കൊല്ലം സുധിയുടെ മരണശേഷം ആ ചെറുക്കന് ഒന്നോ കുറച്ച് തുക അയച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് രേണു സുധി എന്ന് പറയുന്നൊരു ഒരു മനസ്സുണ്ടല്ലോ, അതൊരു വലിയ മനസ്സാണെന്നേ ഞാൻ പറയുള്ളൂ. കാരണം സാധാരണ ആരും അങ്ങനെ ചെയ്യത്തില്ല. ഭർത്താവ് ഉള്ളപ്പോഴും ശരിയാണ് ചെറുക്കനാ, ഭർത്താവ് ഉള്ളപ്പോഴും ചെറുക്കനെ കുറച്ച് പേടിപ്പിച്ചിട്ടുണ്ടാകും, നീ നിന്റെ പണിയോക്കട ചെറുക്കാന്ന്. പക്ഷേ ഭർത്താവ് മരിച്ചപ്പോഴേ ആ കുട്ടിക്ക് ആരുമില്ല, ഇനി ആ കുട്ടിക്ക് ഞാൻ മാത്രമേ ഉള്ളൂ എന്നു രേണു തീരുമാനിച്ച് ആ ചെറുക്കന് എന്തെങ്കിലും അയച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ അതൊരു ഗ്രേറ്റാണ് നടന്നത്, അതൊരു വലിയ പുണ്യമാണ് നടന്നത്. ഒരിക്കലും അതുപോലുള്ളൊരു സ്നേഹം ഈ ചെറുക്കന് കിട്ടത്തില്ല. ഇപ്പോഴുള്ള ആൾക്കാരെയൊന്നും നോക്കണ്ട. ഇപ്പോഴുള്ള അച്ഛൻ്റെ വീട്ടുകാരൊക്കെ പൈസ ഉള്ളത് കൊണ്ട് കൂടെ നിൽക്കുന്നതാണ്, അല്ല നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? അതായത് കൊല്ലസുധി എന്ന് പറയുന്ന ഇയാളുടെ മകനെയും കൊണ്ട് ആ വീട്ടിൽ കയറിയപ്പോൾ മകനെ നോക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞിട്ട് കൊല്ലസുധി തന്നെയാണ് നാട് നീളെ കൊണ്ട് നടന്നത് ഈ ചെറുക്കനാ. അല്ലാതെ എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമല്ല. ഇപ്പോൾ പൈസയുണ്ട്, പിന്നെ അങ്ങനെയും അങ്ങോട്ടും ഇങ്ങോട്ടും മാറി മറിഞ്ഞ് ഇനിയിപ്പോൾ എൻ്റെ മകൻ്റെ മകനല്ലേ എന്നൊക്കെ കരുതിയിട്ട് അവർ നോക്കുന്നുണ്ടാകാം. അതിലൊന്നും ഞാൻ കുറ്റം പറയുന്നില്ല. അവരെയും പരിഗണിക്കണം, അതുപോലെ തന്നെ രേണുവിനെയും പരിഗണിക്കണം എന്നാണ് എനിക്ക് കിച്ചുവോട് പറയാനുള്ളത്. വോട്ടടോ എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും അത് തീർക്കുക. ഇതിപ്പോഴേ 3-4 ആൾക്കാർ ഇടപെട്ടിട്ട് നിങ്ങളെ കുടുംബം കലക്കുകയാണ് ചെയ്തത്. അതിലെന്ന് പറഞ്ഞാൽ ബിഷപ്പിന് പങ്കുണ്ട്, അതുപോലെ തന്നെ കിച്ചുവിൻ്റെ ഭാഗത്തുള്ള കുറച്ച് ആൾക്കാർക്ക് പങ്കുണ്ട്, പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രേണുവിൻ്റെ വീട്ടുകാർക്ക് പങ്കുണ്ട്. ഇതിൻ്റെ ഇടയിൽ കിടന്നിട്ട് എന്ന് പറഞ്ഞാൽ ഇവരെല്ലാവരും കൂടിയിട്ട് ഈ 3 പേര്, അതായത് ഞാൻ പറഞ്ഞല്ലോ ഇപ്പൊ കിച്ചുവിന് എന്ന് പറയുന്ന ആള് രേണുവിന് എന്തെങ്കിലും ഒന്ന് സംഭവിച്ചു കഴിഞ്ഞാൽ കിച്ചു ഉണ്ടാകും. ആ ഋതപ്പൻ എന്ന് പറയുന്ന അനുജനെ ചേർത്ത് നിർത്താൻ കിച്ചു ഉണ്ടാകും. ഞാൻ ഇപ്പോഴും പറയുന്നു, അതായത് അവരുടെ വീട്ടുകാർ ചേർത്ത് നിർത്തുന്നതിലും കൂടുതലായിട്ട് ഋതപ്പനെ ചേർത്ത് നിർത്തുന്നത് കിച്ചു എന്ന് പറയുന്നവനായിരിക്കും. അതുകൊണ്ട് ഞാൻ രേണുവിനോട് പറയുകയാണ്, ഈ പ്രശ്നം നിങ്ങൾ പരിഹരിക്കണം. കാരണം എന്താ വെച്ചാൽ അവരൊരേ ചോരയാണ്. ആ ചോര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും നിലനിൽക്കണം എന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. അതുകൊണ്ടാണ് പറയുന്നത്. സായി കൃഷ്ണൻ്റെ വീഡിയോ വന്നപ്പോഴേ ഇതുപോലെയുള്ള ഒരുപാട് കാര്യങ്ങൾ എനിക്ക് മനസ്സിലായി. ഏതായാലും നിങ്ങളൊരു കാര്യം ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെന്ന് നിങ്ങൾ കൃത്യമായിട്ട് പറയുക. ഞാൻ പറഞ്ഞല്ലോ, എനിക്കിത് കുത്തിക്കലക്കിയിട്ട് മൊത്തത്തിൽ പോകണമെന്നൊന്നുമില്ല. ഇതിൽ നന്നാകുന്നതൊക്കെ നന്നാകട്ടോ, നമുക്കെന്താണ്. ബൈ ബൈ.